ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ബുക്ക് ഹൗസ്. ലെറ്റ്സ് ഓപ്പൺ അവർ ബുക്ക്. നമ്മൾ ഇന്ന് കൗണ്ടി ക്വിലീൻ്റെ ഹെറിറ്റേജ് എന്ന് പറയുന്ന പോം ഡിസ്കസ് ചെയ്യുകയാണ്. ഈ പോയത്തിൻ്റെ ഒരു സമ്മറി എന്താണെന്ന് നോക്കുമ്പോൾ, വാട്ട് ഇമ്പോർട്ടൻസ് ആഫ്രിക്ക ഹാസ് ഫോർ ദ ഡിസെൻഡൻസ് ഓഫ് ദ സ്ലേവ്സ് ഇൻ അമേരിക്ക, ആ ഒരു കാര്യമാണ് നമ്മുടെ പോം ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൺഫ്യൂഷൻ ഓഫ് ഐഡൻറ്റിറ്റി, അത് നമ്മളിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ സ്വന്തമായിട്ട് പുള്ളി ഒരു ക്രിസ്ത്യൻ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം സങ്കടത്തോടു കൂടി പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ദ സിഗ്നിഫിക്കൻസ് ഓഫ് എൻ ആഫ്രിക്ക സെവറൽ ജനറേഷൻസ് റിമൂവ്ഡ് എന്നാണ്. കുറേ ഇമേജസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്, കുറേ പവർഫുൾ ഇമേജസ്. എന്തൊക്കെയാണ് ഇമേജസ്? കോപ്പർ സണ്ണ്, സ്കാർലറ്റ് സീ, സ്പൈസി ഗ്രൂസ്, സിനമൻ ട്രീ, ഇതെല്ലാം ഇങ്ങനെയുള്ള ഇമേജസ് യൂസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ഇമേജസ് എല്ലാം ആഫ്രിക്കയുടെ ഹെറിറ്റേജിനെ സജസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്പീക്കറിന് തൻ്റെ ഹെറിറ്റേജിനെ പറ്റി ആലോചിച്ച് അഭിമാനം കൊള്ളാൻ കുറേ കാര്യങ്ങളുണ്ട്. അതേസമയം തന്നെ നാണക്കേട് വിചാരിക്കാൻ, സോഴ്സ് ഓഫ് ഷെയിം ആയിട്ടും കുറേ കാര്യങ്ങളുണ്ട്. സ്പീക്കർ അയാളെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഹി ഡിസ്ക്രൈബ്സ് ഹിംസെൽഫ് ആസ് ടോർച്ചേർഡ് ബൈ, ആരൊക്കെ ടോർച്ചർ ചെയ്തു എന്നാണ്? ബൈ ദ ആനിമൽസ്, പ്ലാന്റ്സ്, റെയിൻ ഡ്രംസ് ആൻഡ് ഗോഡ്സ് ഓഫ് ആഫ്രിക്ക. ഇവരെല്ലാം കൂടി പുള്ളിയെ ടോർച്ചർ ചെയ്തു എന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. ഈ പോം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സ്പീക്കർ ഒരു കാര്യം പറയുന്നുണ്ട്, ചുമ്മാതങ്ങ് പറയില്ല, സെൽഫ് അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു ടോണിലാണ്, അതുപോലെ ഒരു അസർട്ടേഷൻ്റെ ടോണിൽ പറയുന്നുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്? ദാറ്റ് ആഫ്രിക്ക മീൻസ് നത്തിങ് ടു ഹിം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആഫ്രിക്ക മീൻസ് നത്തിങ് ടു ഹിം മാത്രമല്ല, ബാക്കി എന്താ പറയുന്നത്? ഇറ്റ് എൻഡ്സ് വിത്ത് ഹിം വാണ്ടിങ് ടു സ്ട്രിപ്പ് ഓഫ് ഹിസ് ക്ലോത്ത്സ്. എന്താ ആവശ്യപ്പെടുന്നത് സ്പീക്കറിനോട്? ടു സ്ട്രിപ്പ് ഓഫ് ഹിസ് ക്ലോത്ത്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ആരെ വർഷിപ്പ് ചെയ്യാനാണ്? ആൻഡ് വർഷിപ്പ് എ ബ്ലാക്ക് ഗോഡ്. ആ ബ്ലാക്ക് ഗോഡ് ആരെ പോലെ ഇരിക്കും? ഹൂ ലുക്സ് ലൈക്ക് ഹിം. നമ്മുടെ സ്പീക്കറിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ബ്ലാക്ക് ഗോഡ്. ഈ പോയത്തിൽ നമ്മൾ കാണുന്ന ഒരു മനുഷ്യൻ്റെ സങ്കടമാണ്. എന്ത് സങ്കടമാണ്? ഫോഴ്സ്ഫുള്ളി അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? ഡിപ്രൈവ്ഡ് ഓഫ് വൺസ് ഹെറിറ്റേജ്. ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഹെറിറ്റേജിനെ ഡിപ്രൈവ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. The ways of the ancestors cannot but live in the blood of the descendants. അല്ലേ? പൂർവികരുടെ വഴിയിൽ ഈ പുതിയ ആൾക്കാർക്ക്, പിൻഗാമികൾക്ക്, അല്ലെങ്കിൽ ആ പിൻഗാമികളുടെ രക്തം പുതിയതായിട്ട് വരുന്ന ആൾക്കാർ, അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഇത്രയും വർഷം ഈ ജനറേഷൻസിലൊക്കെ അവർ എന്തൊക്കെ ഫേസ് ചെയ്തു? റിപ്രഷൻ, അതുപോലെ റിലീജിയസ് കൺവേർഷൻ, അതുപോലെ ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ്, ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്താണ് സംഭവിക്കുന്നത്? അമേരിക്കയിൽ താമസിക്കുന്ന ഡെസ്പറ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിന് അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്? ഹെറിറ്റേജ് കനോട്ട് ബട്ട് കണ്ടിന്യൂ ടു മാറ്റർ ടു ദ മെമ്പേഴ്സ് ഓഫ് ദ ആഫ്രിക്കൻ ഡെസ്പറോ ലീവ് ഇൻ അമേരിക്ക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പോം ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പോം തുടങ്ങുമ്പോൾ ഹെറിറ്റേജ് എന്ന് പറയുന്ന പോയത്തിൽ നമ്മൾ കാണുന്നത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ത്രൂ ഔട്ട് ദ പോയം. എന്താണ് ആ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ആഫ്രിക്ക ടു മീ? സ്പീക്കർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ആഫ്രിക്ക ടു മീ. ഈ ടൈറ്റിൽ സജസ്റ്റ് ചെയ്യും പോലെ തന്നെ നമ്മൾ കാണുന്നത് സ്പീക്കറിൻ്റെ റിലേഷൻഷിപ്പാണ്. എന്തുമായിട്ടുള്ള? ടു ഹിസ് ആൻസിസ്ട്രി. പുള്ളിയുടെ ആൻസിസ്ട്രിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ പോയത്തിലുടനീളം കാണുന്നത്. ഇവിടെ സ്പീക്കർ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് പേഴ്സൺ ആണ്. അദ്ദേഹം വണ്ടർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തിനെ പറ്റി ഓർത്തിട്ടാ? വാട്ട് റെലവൻസ് ഇഫ് എനി ആഫ്രിക്ക ഹാസ് ടു ഹിസ് എവറിഡേ ലൈഫ് ഇൻ അമേരിക്ക. അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലുള്ള ജീവിതത്തിൽ ആഫ്രിക്കയ്ക്ക് എന്തെങ്കിലും ഒരു റെലവൻസ് ഉണ്ടോ എന്ന കാര്യം ഓർത്ത് വണ്ടർ ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ സ്പീക്കർ. ഈ പോം പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, അതുപോലെ ഒരു കോൺട്രാഡിക്റ്ററി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. എന്തിനെ പറ്റി? ഒരു ആഫ്രിക്കൻ വംശജനായിട്ട് ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തർത്ഥമാണുള്ളത് എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയാണ് ഈ പോയത്തിലുടനീളം നമ്മൾ കാണുന്നത്. അതുപോലെ പോയറ്റ് അല്ലെങ്കിൽ ഈ പോം സജസ്റ്റ് ചെയ്യുന്നത് ഒരു സ്പ്ലിറ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് തമ്മിലുള്ള സ്പ്ലിറ്റാണ്? ബിറ്റ്വീൻ വാട്ട് ദ സ്പീക്കർ സേയ്സ് ഓർ തിങ്സ് ആൻഡ് വാട്ട് ഹീ ഫീൽസ്. സ്പീക്കർ എന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ എന്ത് സംസാരിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന് അതേസമയം എന്താണ് ഫീൽ ചെയ്യുന്നത്? പറയുന്ന കാര്യങ്ങൾ ഒന്നായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊന്നാണ്. അതിൻ്റെ ഒരു സ്പ്ലിറ്റ് കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ അദ്ദേഹം റിപ്പീറ്റഡ്ലി എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ ഹെറിറ്റേജിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കുറേ ഇമേജസ്, എങ്ങനത്തെയുള്ള ഇമേജസ് ആണ്? ലഷ് ഇമേജസ് ഡിസ്ക്രൈബിങ് ദ പ്ലാന്റ്സ്, ആനിമൽസ്, പീപ്പിൾ ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് ഓഫ് ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്.
ഇതെല്ലാം സജസ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യമാണ്? ദാറ്റ് ആഫ്രിക്ക ഇസ് നോട്ട് സോ ഈസിലി റിജക്റ്റഡ് ആഫ്റ്റർ ഓൾ, ഈവൻ ദോ 3 centuries ഹാവ് പാസ്റ്റ്. അല്ലേ, 3 centuries കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് നിന്നുള്ള 3 centuries? സിൻസ് ഹിസ് ആൻസിസ്റ്റേഴ്സ് വെർ എൻസ്ലേവ്ഡ് ആൻഡ് ഫോഴ്സിബിളി ടേക്കൻ ഫ്രം ദെയർ ഹോംസ്. അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്റേഴ്സിനെ ഇങ്ങനെ ഫോഴ്സിബിളി എൻസ്ലേവ്ഡ് ആക്കി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് 3 centuries കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അദ്ദേഹം ഓർക്കുകയാണ്. ഇനി സ്റ്റാൻസ വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആൻസയുടെ തുടക്കത്തിലും അവസാനത്തിലും നമ്മൾ ഒരു സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. വാട്ട് ഈസ് ആഫ്രിക്ക ടു മീ? അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡൗട്ടാണ് അബൌട്ട് വെദർ ആഫ്രിക്ക ക്യാൻ ഹാവ് എനി മീനിങ് ടു ദ സ്പീക്കർ. ആഫ്രിക്ക, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ആഫ്രിക്കയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന ഒരു ഡൗട്ടാണ്. പിന്നെ കുറേ ഇമേജസ് യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. കോപ്പർ സണ്ണും സ്കാർലറ്റ് സീയും ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ തൻ്റെ ലൈഫിൽ ആഫ്രിക്കയ്ക്ക് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ അതേ സമയത്ത് ഇതുപോലുള്ള പവർഫുൾ ഇമേജസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതർവൈസ് അങ്ങനെയല്ല എന്ന കാര്യം സജസ്റ്റ് ചെയ്യുകയാണ്. സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന കാര്യം സജസ്റ്റ് ചെയ്യുകയാണ്. ത്രൂ ഔട്ട് ദ പോയം നമുക്ക് കുറേ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഇമേജസ് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. എന്തിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്? ഹൈലി ഐഡിയലൈസ്ഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ആഫ്രിക്ക. എന്തൊക്കെ ഡിസ്ക്രിപ്ഷൻസ് ആണ്? സ്ട്രോങ് ബ്രോൺസ്ഡ് മെൻ, റീഗൽ ബ്ലാക്ക് വുമൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെയാണ് തൻ്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് നമ്മുടെ സ്പീക്കർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിനെ ബേർഡ്സ്, അവിടുത്തെ ബേർഡ്സിനെ പോലും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആസ് ദ ബേർഡ്സ് ഓഫ് ഏദൻ എന്ന് പറഞ്ഞിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതെന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഒരു പാരഡൈസ് ആണ് എന്ന കാര്യമാണ് സജസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഹാസ് എക്സിസ്റ്റഡ് സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം. കാലത്തിൻ്റെ തുടക്കം, ആ ഒരു സമയം മുതൽ തന്നെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു പാരഡൈസ് ആണ് ആഫ്രിക്ക എന്നൊരു കാര്യമാണ് ആഫ്രിക്കയിലെ ബേർഡ്സിനെ ദ ബേർഡ്സ് ഓഫ് ഏദൻ എന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ സ്പീക്കർ എന്താണ് പറയുന്നത്? പിന്നെയും അദ്ദേഹം കുറേ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സീൻസ് ഇസ് ഫാദേഴ്സ് ലൗഡ് ലൈക്ക് സ്പൈസി ഗ്രൂസ് ആൻഡ് സിനമൻ ട്രീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു ക്ലിയർ അഫെക്ഷൻ്റെ പിക്ചറാണ് കൊടുക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ കാണുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ നമ്മൾ സ്പീക്കറിൻ്റെ ഒരു സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. ഇവിടെ ഒരു ഫ്രേസോട് കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. സോ ഐ ലൈ എന്ന് പറയുന്ന ഒരു ഫ്രേസോട് കൂടിയാണ് കാണുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത്. ഈ ഫ്രേസ് പലയിടത്തും പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈക്ക് യങ് ഫോറസ്റ്റ് ലവേഴ്സ് ലൈ ഇൻ ദ ഗ്രാസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓർ ദാറ്റ് ഹീ ഈസ് ടെല്ലിങ് എ ലൈ. അപ്പോൾ ഇവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ് കാണിക്കുന്നത്. ആഫ്രിക്കയുടെ കുറേ കാര്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തു അല്ലേ. എന്തൊക്കെ ആഫ്രിക്കയ്ക്ക് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് അദ്ദേഹം ഡൗട്ട് ചെയ്ത സമയത്ത് കുറേ പവർഫുൾ ഇമേജസ് വെച്ചിട്ട് അതങ്ങനെ അല്ല, ഇപ്പോഴും സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന കാര്യം അവിടെ പറഞ്ഞു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്റേഴ്സിനെയൊക്കെ വളരെ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനോടുകൂടി അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. പിന്നെ അവിടുത്തെ ബേർഡ്സ് ഓഫ് ഏദൻ ആണ്, ആഫ്രിക്ക ഒരു പാരഡൈസ് ആണ് സിൻസ് ദ ബിഗിനിങ് ഓഫ് ടൈം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു പിക്ചർ ഓഫ് അഫെക്ഷനൊക്കെ അവിടെ കണ്ടു. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ ആഫ്രിക്കയിലെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഫ്ലോറ ആൻഡ് ഫ്യൂണ, നമ്മുടെ ആഫ്രിക്കയിലെ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പേടിപ്പെടുത്തുന്ന ഇമേജസിലാണ്. അതായത് വൈൽഡ് ബാർബേറിക് ബേർഡ്സ്, മാസിവ് ജംഗിൾ ഹേർഡ്സ്, ടോൾ ഡെഫീൻഡ് ഗ്രാസ്, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഓരോ ജീവജാലങ്ങളെയും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു ഇമേജസിനെയൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. ആഫ്രിക്കയെ പറ്റി കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇമേജസ് ഒക്കെയാണ് അദ്ദേഹം ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു നൈറ്റ്മെയറിഷ് ആയിട്ടുള്ള ഇമേജസിനെ മാറ്റി നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പറ്റി അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ആൾക്കാരെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നത്? സോംബർ ആണെന്നാണ് പറയുന്നത്. അതായത് ഡാർക്ക് ആയിട്ടുള്ള ഫ്ലഷും സ്കിന്നും ഒക്കെ ഉള്ള മനുഷ്യർ, അങ്ങനെയൊക്കെയാണ് എല്ലാവരെയും അല്ലേ അവിടെ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു പേടിപ്പെടുത്തുന്നൊരു ഇമേജ് ആഫ്രിക്കയ്ക്ക് എങ്ങനെയൊക്കെയോ ചാർത്തി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ സ്പീക്കറിനെ സംബന്ധിച്ചിടത്തോളം ആഫ്രിക്ക അല്ലെങ്കിൽ ബീങ് ബ്ലാക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിനൊരു അഭിമാനം തന്നെയാണ്. പക്ഷേ ഹസ് ബ്ലാക്ക് സ്കിൻ ആൻഡ് ബ്ലഡ് ലീഡ് ഹിം സം പ്ലേസ് ഹി ഡസ് നോട്ട് വോണ്ട് ടു ഗോ. അതുപോലെ തന്നെ അതായത് സമൂഹം അദ്ദേഹത്തിനെ ത്രട്ടൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു പുഷ് ഹിം പാസ് ദ ബൗണ്ടറീസ്
ബൗണ്ടറീസ് പുഷ് ചെയ്യാൻ വേണ്ടി ത്രട്ടൺ ചെയ്യുകയാണ്. ഓഫ് വാട്ട് ഈസ് സോഷ്യലി അക്സെപ്റ്റബിൾ, സാമൂഹികപരമായിട്ട് അക്സെപ്റ്റബിൾ അതിൻ്റെ ബൗണ്ടറീസ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ത്രട്ടൺ ചെയ്യാണ്. സംതിങ് ഹി ഡെപ്പിക്സ് ദ ഇമേജ് ഓഫ് എന്ത് ഇമേജ് കൊണ്ടാണ് ആ ഒരു കാര്യത്തിനെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്? ഫിയേഴ്സ് വേവ്സ് പുഷിങ് പാസ്റ്റ് നെറ്റ്സ് ദാറ്റ് സീക്സ് ടു കൺസ്ട്രെയിൻ ദം. ഫിയേഴ്സ് ആയിട്ടുള്ള വേവ്സ് എന്ത് ചെയ്യാണ്, പാസ്റ്റ് നെറ്റ്സിനെ ഇങ്ങനെ പുഷ് ചെയ്യുന്ന ഒരു ഇമേജോട് കൂടിയാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. തേർഡ് സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നത് സ്പീക്കർ ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്. ടു പുട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് ആഫ്രിക്ക. അദ്ദേഹം ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിനെ മെറ്റഫോറിക്കലി എ ബുക്ക് വൺ കംസ് ലിസ്റ്റ്ലെസ്ലി എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്കണ്ടൻ്റ് ആയിട്ടോ താല്പര്യമില്ല അല്ലെങ്കിൽ തൃപ്തിയില്ലാതെ ഒരു ബുക്കിനെ എങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്നത് പോലെ. മീനിങ് ഹി ഫ്ലിപ്സ് ത്രൂ ഇറ്റ് ഡിസ്ട്രാക്റ്റഡ്ലി ആൻഡ് സംവാട്ട് ഡിസ്കണ്ടൻ്റഡ്ലി. അതുപോലെ തന്നെ അദ്ദേഹം ആഫ്രിക്കയുടെ ആ ഒരു സൈറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അൺറിമെമ്പേർഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ പാസീവായിട്ട്, അല്ലെങ്കിൽ ഐ ഡോണ്ട് റിമെമ്പർ എന്ന രീതിയിലാണ്. പിന്നെ സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ്? ദ ക്ലോസ് ഓഫ് ലയൺ, അതുപോലെ സ്നേക്സ് ഷെഡിങ് ദെയർ സ്കിൻ, അതിനെല്ലാം ഗ്രേറ്റ് ഇമാജസ്റ്റിക് ഡീറ്റെയിലോടുകൂടി അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് കാണുന്നുണ്ട്. സ്നേക്സിനെ പറ്റിയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് വാട്ട്സ് യുവർ നീക്കഡ്നെസ് ടു മീ എന്നാണ്. പാമ്പ് അതിൻ്റെ സ്കിന്ന് എന്ത് ചെയ്യാണ്, പൊഴിച്ചു കളയാണല്ലോ. അപ്പോൾ പാമ്പിനോട് വാട്ട്സ് യുവർ നീക്കഡ്നെസ് ടു മീ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഇമേജസിൻ്റെ എല്ലാം അർത്ഥം എന്തെന്നാൽ അദ്ദേഹം കുറേ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ട് എബൌട്ട് ഹസ് ഡിസ്റ്റൻസ് ഫ്രം ആഫ്രിക്ക. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിനെയൊക്കെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്ലഷർ. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലഷർ നമുക്ക് കാണാൻ പറ്റുന്നത്? ഹീ സീംസ് ടു ടേക്ക് ഫ്രം ഡിസ്ക്രൈബിങ് ദ ലെപ്രസ് ഫ്ലവേഴ്സ് ആൻഡ് ദ ജംഗിൾ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ലവ്. ജംഗിൾ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ലവ്, ആ ഒരു കാര്യം അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ, അവിടുത്തെ ഫ്ലവേഴ്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ ഒരു പ്ലഷർ കാണുമ്പോൾ അദ്ദേഹം ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതുമായിട്ട് യാതൊരു യോജിപ്പും ഇല്ലല്ലോ എന്ന് നമുക്ക് കോൺട്രാഡിക്റ്ററി ആയിട്ട് തോന്നും. എന്താ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? ആഫ്രിക്കയുമായിട്ടുള്ള ആ ഡിസ്റ്റൻസിനെ പറ്റിയാണ്. പക്ഷേ പിന്നെന്തിനാണ് അവിടുത്തെ ഈ പൂവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത്ര സന്തോഷിക്കുന്നത് എന്ന് വളരെ കോൺട്രാഡിക്റ്ററി ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. പിന്നെ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റഫേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഓഫ് ഹൗ ദ ട്രീസ് ആർ ബഡിങ് ഇയർലി ഫോർഗെറ്റ്സ് ഹൗ ഇറ്റ്സ് പാസ്റ്റ് എറോസോ സെറ്റ്. അതുപോലെ തന്നെ ഈ ഒരു ഇമേജ്, അതായത് ഈ ട്രീസിൻ്റെ ആ ഒരു ഇമേജ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്ലറിഷിംഗ് മേ ഡിപ്പെൻഡ് ഓൺ ഫോർഗെറ്റിംഗ് വൺസ് ഹിസ്റ്ററി എന്ന കാര്യമാണ്. ട്രീസ് തങ്ങളുടെ ഇലകളെല്ലാം പൊഴിച്ച് തങ്ങളുടെ പഴയ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷത്തെ പറ്റി എല്ലാം മറന്ന് ആ ഇലകളെല്ലാം പൊഴിച്ച് പുതിയ ഇലകൾ വരുന്നത് പോലെ സ്പീക്കറും തനിക്ക് പണ്ടുണ്ടായ ഹോണ്ടിങ് ആയിട്ടുള്ള ഇമേജസ് മറന്നാൽ മാത്രമേ, ആരെ പറ്റിയുള്ള, ആഫ്രിക്കയെ പറ്റിയുള്ള ഈ ഹോണ്ടിങ് ഇമേജസ് മറന്നാൽ മാത്രമാണ് അദ്ദേഹത്തിന് മൂവ് ഫോർവേഡ് ചെയ്യാൻ, ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നൊരു കാര്യമാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ഈ ലൈൻസ് സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. വൺ കനോട്ട് ആൻഡ് പെർഹാപ്സ് ഷുഡ് നോട്ട് ഗോ ബാക്ക് ടു വൺസ് ഒറിജിൻ എന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഫാദേഴ്സിന്, ആൻസിസ്റ്റേഴ്സിന് ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരിക്കാം. എന്തൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നിരിക്കാം എന്നാണ്? ആഫ്രിക്കയിലെ സ്പൈസി ഗ്രോവും സിനമൺ ട്രീസും ഒക്കെ ഇഷ്ടമുണ്ടായിരുന്നിരിക്കാം. ബട്ട് ഹീ കനോട്ട് ഗോ ബാക്ക് ടു ഹിസ് ഒറിജിൻ. ബട്ട് വാട്ട് ഈസ് ആഫ്രിക്ക ടു മീ, ഹീ ആസ് ഇമ്മീഡിയറ്റ്ലി ഓർ ഡിസ്മിസീവ്ലി. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് ഇതൊന്നും മീൻ ചെയ്യുന്നില്ല, യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല എന്നുള്ള കാര്യമാണ്. ഹീ കനോട്ട് ഗോ ബാക്ക് ടു ഹിസ് ഒറിജിൻ എന്നുള്ള കാര്യമാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത സ്റ്റാൻസയും തുടങ്ങുന്നത് വിത്ത് സ്പീക്കർ അഗെയിൻ ലൈയിങ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഹീ ഫൈൻഡ്സ് നോ പീസ് ഇൻ ഹിസ് റെസ്റ്റ്. അദ്ദേഹത്തിന് യാതൊരു സമാധാനവും ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡോമിനൻ്റ് ആയിട്ട് കാണുന്നൊരു ഇമേജ് റെയിനാണ്. റെയിനിനെ കൊണ്ട് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ദ പവർ ഓഫ് നേച്ചർ ആൻഡ് ദ അൺഡിനേബിൾ കോൾ ഓഫ് വൺസ് ഹെറിറ്റേജ് ആണ് ഇവിടെ റെയിനിനെ വെച്ചിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ഇമേജറി സൗണ്ടും ഫീലും എന്തിൻ്റെ, മഴയുടെ, അത് അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും ഫോളോ ചെയ്യുന്നുണ്ട്, ഈവൻ ഇൻ എ സ്ലീപ്പ്. ഇവൻച്വലി അദ്ദേഹം ആ ഒരു കോൾ ഓഫ് റെയിൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഡിസൈഡ് ചെയ്യാണ്. ദോ ഇറ്റ് മേക്സ് ഹിം ട്വിസ്റ്റ് ആൻഡ് സ്ക്രിം. The rain threatens to wash off whatever pretense of civilization he has left and strip off his clothes. അപ്പോൾ റെയിൻ എന്താ ത്രെട്ടൻ ചെയ്യുന്നത്? എന്തെങ്കിലും ആ സിവിലൈസേഷൻ എന്തെങ്കിലും അയാളിൽ ബാക്കിയുണ്ടെങ്കിൽ അതിനെ കൂടി വാഷ് ഓഫ് ചെയ്തിട്ട് അയാളെ ന്യൂഡാക്കാൻ വേണ്ടിയിട്ട്. ടു സ്ട്രിപ്പ് ഓഫ് ഹിസ് ക്ലോത്ത്സ്, ദാറ്റ് മീൻസ് ടു മേക്ക് ഹിം ന്യൂഡ്. ടു മേക്ക് ഹിം ന്യൂഡ് കൾച്ചറലി ഓർ ഹെറിറ്റേജ് ഒക്കെ പോയിട്ട് ന്യൂഡാവുക.
അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ദ സ്പീക്കർ ഡിസ്ക്രൈബ്സ് ദ റെയിൻസ് എഫക്റ്റ് ഓൺ ഹിം ആസ് occurring in an old remembered way, thereby contradicting the poem's earlier description of Africa as unremembered. മഴ പെയ്യുമ്പോൾ പോയിട്ട് എങ്ങനെയാണ് ഓർക്കണേ? മഴയെ ലൈക്ക് സംതിങ് he can remember from the past days in an old remembered way. അപ്പോൾ ആഫ്രിക്കയെ പറ്റി തനിക്ക് ഒന്നും ഓർമ്മയില്ല അല്ലെങ്കിൽ അൺറിമെമ്പേർഡ് ആണ് എന്ന് പറഞ്ഞ കാര്യം ഇവിടെ എന്ത് ചെയ്യാണ്? കോൺട്രാഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ സ്റ്റാൻസ 5th സ്റ്റാൻസയാണ്. It turns more explicitly to religious themes. ഇവിടെ അദ്ദേഹം ആഫ്രിക്കൻ പീപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആസ് ക്രാഫ്റ്റിംഗ് അൾത്താസ് ആണ്. ഔട്ട് ഓഫ് എന്തിൽ നിന്നൊക്കെ അൾത്താസ് അവർ ക്രാഫ്റ്റ് ചെയ്യുന്നത്? സ്റ്റിക്സ്, ക്ലേ ആൻഡ് സ്റ്റോൺസ്. അതുപോലെ തന്നെ അവർ ഡീറ്റീസ് ആൻഡ് ഗോഡ്സ് ഇതിനെയൊക്കെ എന്ത് ചെയ്യും? ഉണ്ടാക്കിയെടുക്കും. ഇൻ ദെയർ ഓൺ ലൈക്ക്നെസ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ദേ ക്രിയേറ്റ് ഡീറ്റീസ് ആൻഡ് ഗോഡ്സ് ഇൻ ദെയർ ഓൺ ലൈക്ക്നെസ്. അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി തന്നെ ഈ ഒരു പ്രാക്ടീസസ്, ഈ ഒരു ദൈവത്തിനെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രാക്ടീസിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണ്. ബൈ ഡിക്ലെയറിങ് ഹീതൻ ഗോഡ്സ് ആർ നോട്ട് ടു മീ. ദൈവങ്ങൾ എന്നോട് അത്ര നന്നായിട്ടൊന്നും അല്ല കാര്യങ്ങളൊക്കെ ചെയ്തത്, ബിഹേവ് ചെയ്തത് എന്ന രീതിയിൽ ഹിസ് കീപ്പിംഗ് ഡിസ്റ്റൻസ് ഫ്രം ദീസ് പ്രാക്ടീസസ്. നമ്മുടെ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ ആരാണ്? ഒരു ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹിസ് കൺവേർഷൻ ആസ് high priced does suggest that it comes at a cost. 6th സ്റ്റാൻസയിലും ഈ സിമിലർ തീം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പോയിറ്റ് സംസാരിച്ചു തുടങ്ങുന്നത് ബൈ കൺഫേമിങ് ഹിസ് ബിലീഫ് ഇൻ ഹിസ് ഹോളി ട്രിനിറ്റി. താൻ ക്രിസ്ത്യൻ ആണെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഹോളി ട്രിനിറ്റിയിലുള്ള വിശ്വാസത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷേ ഇറ്റ്സ് ടേൺസ് അറൗണ്ട് ടു അഡ്മിറ്റ് ദാറ്റ് ദിസ് ഈസ് ആൻ ഐഡിൽ ബോസ്റ്റ്. ഈ പറയുന്നതൊക്കെ ഒരു ഐഡിൽ ബോസ്റ്റ്, പൊങ്ങച്ചോ ആണെന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യാണ്. ഹസ് വേർഡ്സ് സേ വൺ തിങ് വൈൽ ഹിസ് ഹാർട്ട് സേസ് അനദർ. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലേ? വാക്കുകൊണ്ടൊന്ന് പറയുകയും മനസ്സിൽ മറ്റൊന്ന് അദ്ദേഹം ചിന്തിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ക്രിസ്ത്യൻ ആണ്, ഹോളി ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്, വാട്ട് ഹി ഫീൽസ് ഇസ് ദാറ്റ് ദിസ് ഈസ് എ ഐഡിൽ ബോസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ സ്പീക്കർ കൺഫസ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. To worship a black god would be more meaningful, he suggests, because such a god would understand pain and share experiences with his black worshippers. അപ്പം നമ്മൾ ബ്ലാക്ക് ആണ്, അപ്പോൾ ഒരു ബ്ലാക്ക് ഗോഡിനെ വർഷിപ്പ് ചെയ്യുന്നത് കുറച്ചും കൂടി മീനിങ് ഫുൾ ആവും എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഗോഡിന് മാത്രമാണ് നമ്മളെപ്പോലുള്ള ബ്ലാക്കിൻ്റെ പെയിനും ഒക്കെ മനസ്സിലാവുള്ളൂ, നമ്മുടെ എക്സ്പീരിയൻസസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ഗോഡ്. അപ്പോൾ ഒരു ബ്ലാക്ക് ഗോഡിനെ വർഷിപ്പ് ചെയ്യുന്നതാണ് ഐഡിയൽ എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അത് അദ്ദേഹം കൺഫസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ സ്റ്റാൻസിൽ പറഞ്ഞു, ആഫ്രിക്കയിലെ ആൾക്കാർ എന്ത് ചെയ്യാണ്? ഗോഡ്സിനെയൊക്കെ ഉണ്ടാക്കുകയാണ്, ഡീറ്റെയിൽസിനെയൊക്കെ ഉണ്ടാക്കുകയാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലേ? അതൊരു ക്രാഫ്റ്റ്മാൻഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ദൈവങ്ങളെ ആണെങ്കിലും ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഐഡിയയൊക്കെയാണ് നമ്മൾ അതിലെന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനുള്ള ദൈവങ്ങളെയാണ് അവരുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ പോയിറ്റ് പറയുകയാണ്, ഐ ഫാഷൻ ഡാർക്ക് ഗോഡ്സ് ടു. ഡാർക്ക് ഗോഡ്സിനെ, എൻ്റെ ഇഷ്ടത്തിന് ബ്ലാക്ക് ആയിട്ടുള്ള ഗോഡ്സിനെയും ഫാഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിയുമെന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയാണ്. അതുപോലെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആണല്ലോ, അപ്പോൾ ജീസസിന് ബ്ലാക്ക് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് അദ്ദേഹം, മേക്കിംഗ് ക്രിസ്ത്യാനിറ്റി മോർ ഹ്യൂമൻ ക്രീഡ് ദാറ്റ് ഈസ് റിലേറ്റബിൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് ഹൈ പ്രൈസ്ഡ് ആണ്. എന്തോ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഡസ് സജസ്റ്റ് ദാറ്റ് ഇറ്റ് കം അറ്റ് കോസ്റ്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹൈ പ്രൈസ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൺവേർഷൻ. അതാണ് ഇവിടെയും വരുന്നത്. ദീസ് ലൈൻസ് സജസ്റ്റ് ദാറ്റ് ദ സ്പീക്കേഴ്സ് കൺവേർഷൻ ഈസ് നോട്ട് സോ സോളിഡ് ആസ് ഹി സജസ്റ്റഡ് ബിഫോർ. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അത്ര സോളിഡ് ആയിട്ടുള്ളൊരു കൺവേർഷൻ ഒന്നും അല്ല അത്. എ ഹിഡൻ എംബർ ഓഫ് സംതിങ് ഓൾഡർ റിമൈൻസ് ഇൻ ഹിസ് ഹാർട്ട് ആൻഡ് ത്രട്ടൻസ് ടു ബിക്കം എ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫയർ. പഴയ കാര്യങ്ങളുടെ ഒരു കനൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെപ്പോൾ വേണമെങ്കിലും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫയർ ആവാം എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. ആൻഡ് അത് ത്രട്ടൻ ചെയ്യുന്നുണ്ട്, ടു ബിക്കം എ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫയർ. അതുപോലെ അദ്ദേഹം ഈ ഒരു പോം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹി എൻഡ്സ് ദ പോം ബൈ ഡിക്ലയറിംഗ്, നോട്ട് യെറ്റ് ഹാസ് മൈ ഹാർട്ട് ഓർ ഹെഡ് ഇൻ ദ ലീസ്റ്റ് വേ റിയലൈസ്ഡ്, ദേ ആൻഡ് ഐ ആർ സിവിലൈസ്ഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വേർഡ്സ് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ദിസ് വേർഡ്സ് മേ കൺവിൻസ് ഹിംസെൽഫ് ദാറ്റ് ഹി ഈസ് എ ക്രിസ്ത്യൻ. അദ്ദേഹം ഇപ്പോൾ ഒരു ക്രിസ്ത്യനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പഴയ ആഫ്രിക്കൻ റൂട്ട്സൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? വിട്ടുകളഞ്ഞു. ഹു ഹാസ് ലെഫ്റ്റ് ഓൾ
African ways behind. His heart and head remain unconvinced. അദ്ദേഹത്തിന് ആഫ്രിക്കൻ കൾച്ചറുമായിട്ടും ഹെറിറ്റേജുമായിട്ടും യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞാലും അതിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും അദ്ദേഹം കൺവേർട്ടഡ് ആയെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കനൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനെപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഒരു തീജ്വാലയായിട്ട് കത്തിപ്പടരാവുന്ന ഒരു കഴിവ് അല്ലേ, ആ ഒരു സ്പാർക്ക് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ പോയറ്റിൻ്റെ ആ ഒരു ചിന്തകളിലെ ട്വിസ്റ്റും ടേണും ഒക്കെ നമ്മൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് കണ്ടു. അങ്ങനെ ഈ പോം അവസാനിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആഫ്രിക്ക ടു മീ എന്ന ആ ക്വസ്റ്റ്യന് നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടുകയാണ്. ആൻഡ് എ റീന്യൂഡ് സെൻസ് ഓഫ് ദ അൺഎറേസബിൾ പവർ ഓഫ് ഹെറിറ്റേജ് അല്ലേ. അദ്ദേഹം പറയുകയാണ്, ഞാൻ ആഫ്രിക്കയുമായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല, അൺറിമെമ്പേർഡാണ്. അതുപോലെ ആഫ്രിക്കയിൽ ഹെറിറ്റേജുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല. അതുപോലെ ആഫ്രിക്കയുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വാട്ട് ഈസ് ആഫ്രിക്ക ടു മീ എന്ന് അദ്ദേഹം റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അദ്ദേഹം ആഫ്രിക്കയിലെ പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് പ്ലഷർ അതിൽ കണ്ടെത്തുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹം എന്താണോ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണോ, രണ്ടും തമ്മിലുള്ള ആ ഒരു ഏറ്റക്കുറച്ചിൽ അല്ലേ, ആ ഒരു കോൺട്രാഡിക്ഷൻ നമ്മൾ പലയിടത്തും കണ്ടു. ഇവിടെ ഈ പോം ഇങ്ങനെ അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടുകയാണ്. വാട്ട് ഈസ് ആഫ്രിക്ക ടു മീ എന്ന് അദ്ദേഹം ചോദിച്ചാലും ആഫ്രിക്കയ്ക്ക് എൻ്റെ ജീവിതത്തിൽ യാതൊരു സിഗ്നിഫിക്കൻസ് ഇല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാലും പക്ഷേ അവിടെ എന്തുണ്ട്, ഒരു അൺഎറേസബിൾ പവർ ഓഫ് ഹെറിറ്റേജ് ഉണ്ട്. ദാറ്റ് ഈസ് സ്റ്റിൽ കീപ്പിംഗ് ഹം വിത്ത് ആഫ്രിക്ക. അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ആഫ്രിക്ക ടു മീ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഇവിടെ ഒരു ഉത്തരം കിട്ടുകയാണ്. എന്താണ് ഉത്തരം? ദാറ്റ് ആൻസർ ഇസ് ഹെറിറ്റേജ്. ഹെറിറ്റേജ് ഇസ് ദ ആൻസർ. അങ്ങനെയാണ് നമ്മുടെ പോം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.